സിനിമയിലും ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാൾ ആരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞു. പോടാ എങ്ങനെ പറയണ്ടേ? ചീ പോടാ, ചീ പോടാ അങ്ങനെ പറയണോ? അടിപൊളി. ഞാൻ ഇന്നാണ് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടത് കേട്ടോ. അതായത് മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ മാലാപാർവതിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അവരോട് ചോദിച്ച ചോദ്യം, അതായത് 2 ദിവസം മുന്നേ വിൻസി അലോഷ്യസിൻ്റെ ഇഷ്യൂ നമുക്കറിയാലോ അല്ലേ. വിൻസി ഷൈനിനെതിരെ പരാതിപ്പെട്ട സമയത്ത് ഞാൻ ബ്ലൗസ് മാറണം എന്ന് പറയുന്ന സമയത്ത് വിൻസി പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ച ഒരു ചോദ്യം വിൻസിയെ പോലെ ഒരു ലേഡീനെ അൺകംഫർട്ടബിൾ ആക്കി. അവർക്കതിൽ അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. കാരണം വേറൊരു പുരുഷൻ അവരുടെ കൂടെ ബ്ലൗസ് മാറാൻ പോകുന്നത് ഞാനും കൂടി വരട്ടെ, അതായത് ബ്ലൗസ് മാറാൻ പോകുന്ന സമയത്ത് വരുന്ന കാര്യം വരാനുള്ള അത് അവർക്ക് കംഫർട്ടബിൾ ആയില്ല ആ ചോദ്യം. അപ്പോൾ അതിനെതിരെ അവർ പ്രതികരിച്ചല്ലോ, പരാതി കൊടുത്തല്ലോ. ഇതൊക്കെ അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമാണോ എന്നാണ് മാലാപാർവതി മാഡത്തിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് അവർക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ അവർ പോടാ എന്ന് പറഞ്ഞാൽ പോലെ വളരെ നിസ്സാരമായിട്ട് എല്ലാവരും വിവരമാരിയാവോ? എല്ലാവർക്കും അതുപോലെ പൊട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാൻ ഉള്ള ഒരു ഇതുണ്ടായിരിക്കുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യും, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവർ പറഞ്ഞിട്ടുള്ള ഈ സംഗതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന്? ഇത് അടിപൊളി ഇൻ്റർവ്യൂ ആണ്. പറയാൻ റീസൺ എന്താ അറിയോ? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലെ അവതാരകനെയാണ്. കാരണം വെച്ചാൽ ഇവർ പറയുന്ന സംഗതി ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ട് അവതാരകൻ ഒരു നോട്ടം നോക്കുന്നുണ്ട് ഇവരെ. അതായത് അവനൊന്നും സംസാരിക്കാതെ ഇരുന്നിട്ട് അവർ നല്ലൊരു അവതാരകനെ ചങ്ങാതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലിപ്പ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ക്ലിപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. കുറച്ച് കഴിയുന്ന കാര്യമല്ലേ, അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല. അതൊരു വലിയ വിഷയമല്ല. അത് പുരുഷന്മാർ അങ്ങനെയൊക്കെ ചോദിക്കും, ബ്ലൗസ് നോക്കട്ടെ, മാറുന്ന സ്ഥലത്തേക്ക് വരട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരുമോ, അത് തരട്ടെ, ഇത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോടാ, നമ്മളല്ല സ്ത്രീകൾ പോടാ പോടാ, എന്താണ് ആ ടോൺ എനിക്ക് കിട്ടുന്നില്ല, പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടണം. അല്ലാതെ അതൊരു വിഷയമാക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് പുരുഷന്മാരെന്താ വെച്ചാൽ അവരങ്ങനെയാണ്. അവരങ്ങനത്തെ ആൾക്കാരാണ്. അവർക്കത് ചെയ്യാനുള്ള ലിബർട്ടി ഉണ്ട്, അവർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ അടിപൊളി കമ്പാരിസൺ, അടിപൊളി ഉപമ. അതായത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങും, സ്ത്രീകൾ റോഡിലേക്ക് ഇറങ്ങും. നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബസ് വരും, കാറ് വരും, ട്രെയിൻ വരും, വിമാനം വരും, കപ്പൽ വരില്ലല്ലേ, ഇതൊക്കെ വരും. അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാതിരുന്നാൽ, അതായത് പുരുഷന്മാർ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ വരും, അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സ്ത്രീകളെ കാണുന്ന സമയത്ത് അങ്ങനെയാണ്. സ്ത്രീകളോട് ലൈംഗിക ചുവയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും സ്ത്രീകൾ. പക്ഷെ അതൊക്കെ മൈൻഡ് ചെയ്തിട്ട് നമ്മളതൊക്കെ നോക്കാണ്ട് അങ്ങനെ സൈഡിൽ കൂടി കൊണ്ട് പോകണം. നമ്മളെല്ലാം സ്ത്രീകൾ ഇങ്ങനെ പോകണം. നിങ്ങൾ സ്ത്രീകൾ ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതാണോ? ഒന്നും കൂടി കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഇതാണോ? ഇവർ പറഞ്ഞത് ശരിയായോ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ നിലയ്ക്ക് നിർത്തേണ്ടത് പുരുഷനാണോ? അവിടെ ഈ ചോദിക്കുന്നവരെ നിലയ്ക്ക് നിർത്തണ്ട, ഒന്നും വേണ്ട, സ്ത്രീകൾ സഹിച്ചോളാം, അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം. അല്ല, ഇവരുടെ കേസിൽ ഞാൻ വേറൊരു സംഗതി പറയാം. ഒരു 4 വർഷം മുന്നേ തോന്നുന്നു, ഏകദേശം 4 വർഷം മുന്നേ ഇവരുടെ മകൻ്റെ ഒരു കേസുണ്ട്. അതായത് മകൻ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയം. ആ വിഷയത്തിൽ ഇവർ സംസാരിച്ചിട്ടുള്ളൊരു ഓഡിയോ ഉണ്ട്, ഞാനത് കേൾപ്പിക്കാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുമോ, വരുമോ, എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ ആവശ്യമാണ്. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. ഇതിന് വല്ല ട്രെയിനിങ്ങും കിട്ടുമോ? ഇങ്ങനത്തെ സ്കില്ലൊക്കെ പഠിക്കാൻ, ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടോ? ഇങ്ങനത്തെ സ്കില്ല് മാനേജ് ചെയ്യാൻ വേണ്ടിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്ത്രീകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇതുപോലത്തെ പുരുഷന്മാരുണ്ട്, അതിന് നിങ്ങൾ ട്രെയിനിങ് ആർജിക്കണം, സ്കില്ല്, ഇതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട്? പ്രതികരിക്കുന്നതിന് ഒരു കളി തമാശയായിട്ടും വഴക്കല്ലാതെ. അത് ശരി, കളി തമാശ പോടാ. നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. എനിക്കോ എൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾക്കോ ഇതുപോലെ ആരെങ്കിലും ഇതുപോലത്തെ രീതിയിലുള്ള സംസാരിച്ചിട്ട് അവർ കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോടാ എന്നല്ല, വേറെ ഒരു പോട ഉണ്ട് അതിൻ്റെ. വേറൊരു പോടയുണ്ട്, അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. പോടാ. സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ
ഈ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. തട്ടിയാലും പോകണം, എണീറ്റ് പോകണം. ട്രെയിലർ തട്ടിയാലും എണീറ്റിട്ട് ട്രെയിലറേ പോടാ എന്നും പറഞ്ഞിട്ട്. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കണം. ചോദിച്ച് അല്ലെങ്കിൽ തമാശ വെറുതെ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അത് പോസിബിൾ ആവണം. അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞൂടാ. എല്ലാ സമയത്തും പോസിബിൾ ആവണം. പോടാതെ എല്ലാ സമയത്തും പറയാൻ പറ്റണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ഇത്. എല്ലാ സമയത്തും പോസിബിൾ ആവില്ല. ഇത് 2 തോണി. പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അയ്യോ ഞാൻ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ജോലി എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യാണെന്നുള്ള മോഡിലോട്ട് നമ്മൾ പോകും. ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി അവരെ തോൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് പിടിച്ചു. എങ്ങനെയാണ് അവർ തോൽപ്പിക്കേണ്ടത് ആവും അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ട്രെയിനിങ് ഉണ്ടാവുമോ? സ്കില്ല് ഡെവലപ്മെൻറ്റ് കോഴ്സ്, സർട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടോ അറിയോ? അതായത് ഇങ്ങനെയാണ് സമൂഹം, ഇങ്ങനെയാണ് പുരുഷന്മാർ. ഇയാൾ ഇങ്ങനെയാണ്, അയാളത് ചെയ്യും, അയാൾ വായ തോന്നിയൊക്കെ വിളിച്ച് പറയും, ഒക്കെ പറയും. ചിലപ്പോൾ നിങ്ങൾ കാണിച്ചു എന്ന് വരും. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാൻ പാടില്ല. സ്ത്രീകൾ നമ്മളല്ല, നിങ്ങൾ സ്ത്രീകളൊന്നും ചെയ്യാൻ പാടില്ല. സ്ത്രീകളെന്താ പറയേണ്ടത്? പോടാ അത് പറയണം. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇനിയൊട്ടും ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ശരിയായതിനു ശേഷം നമ്മൾ വന്ന് ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും. നല്ല ഉപദേശമാണല്ലേ, വളരെ നല്ല സുന്ദരമായ ഉപദേശം. അവരെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മൾ ലൈഫിൽ വളരാൻ പറ്റുകയില്ല. അപ്പം നമുക്ക് വളർച്ച വേണം. അപ്പം നമുക്ക് വളർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോടാ എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം അല്ലേ? സ്ത്രീകൾ, നിങ്ങൾ സ്ത്രീകൾ കോംപ്രമൈസ് ചെയ്യണം. പുരുഷന്മാർ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്, മോശമായിട്ടൊക്കെ രീതിയിൽ പെരുമാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വളർച്ച വേണം. അപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. എന്താണ് ആക്ച്വലി പറഞ്ഞു വരുന്നത്? ഇവരെന്താ പറഞ്ഞു വരുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതുള്ളത്? നമ്മളുടെ ഫോക്കസ് എന്താണ്? നമുക്ക് നമ്മുടെ ജോലിയാണ്. അതെ. അതിന് ബാക്കിയുള്ളവരെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുക. അതിനാവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി. അതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കരുത്. നമ്മുടെ ഫോക്കസ് ജോലിയാണ്, നിങ്ങളുടെ ഫോക്കസ് ജോലിയാണ്. പക്ഷെ അതല്ലാത്ത പല ആൾക്കാരും ഉണ്ടായിരിക്കും. ഫോക്കസ് ജോലി തന്നെയായിരിക്കും, പക്ഷെ അവിടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുള്ള സ്ത്രീകൾ ഒരുപാടുള്ള നാടാണിത്. അപ്പോൾ അവരുടെ സ്ഥിതി എന്താ? അവരുടെ അവസ്ഥ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർ ഒരു കാരണവശാലും പോടാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അവിടെ വരില്ല. അത് വേറൊരു പോടയാണ് വരിക. ഒരുപക്ഷെ ചിലപ്പോൾ ആ പോട ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അവർക്ക് പറയാൻ പറ്റില്ല, അവരെങ്ങനെയാണല്ലോ ശീലിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അവരെന്നെ പറഞ്ഞത്. ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹാസിൽഡായി, അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു, ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല. പോടാ, നമ്മുടെ ജോലിയാണ്. പോടാ. എനിക്ക് ആ പോടാ അങ്ങോട്ട് കേൾക്കുമ്പോഴല്ലോ അത് കട്ട് ചെയ്തിട്ട് വല്ല റിംഗ് ടോണോ മെസ്സേജ് ടോണോ ഒക്കെ ആക്കുന്ന പോടാ പോടാ. എനിക്ക് ശരിയാവില്ല അല്ലേ? ഇങ്ങനെയാണ് ആ പോടാ. കഷ്ടം. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കുറച്ച് പഴയൊരു കേസാണ് കേട്ടോ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവരുടെ മോൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇൻ്റർനെറ്റിൽ കിടക്കുന്നുണ്ട്. മറുനാടൻ ടി വിയിൽ പുറത്തു വിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. ഇവരുടെ മകൻ പണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തിയോട് സംസാരിച്ചതിന് ഇവരുടെ ന്യായീകരണ ഓഡിയോ ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച് സുകുമാർ സർ. ഞാൻ ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങൾ പെട്ടെന്ന് എല്ലാവരും വിളിച്ചു വയ്ക്കും. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം അനന്തു ഒന്നും തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അവൻ ആരെ ഉപദ്രവിക്കുകയോ ആരെ ശല്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അവൻ്റെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവൻ അതിനെ പറയുന്നത്. അത് അവൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. നമുക്കതിനൊന്നും ഇടപെടാനുള്ള ഒരു റൈറ്റും ഇല്ല, ആരെയും ഉപദ്രവിക്കാത്തിടത്തോളം. ഇപ്പോൾ ഇത് ഒരു നഷ്ടപരിഹാരം എന്നുള്ള ലൈനിൽ സംസാരിക്കുന്ന, ഇപ്പോൾ പെട്ടെന്ന് അവൻ എഡിറ്റ് ചെയ്ത് അവൻ ഡയറക്റ്റ് ചെയ്തൊരു പാട്ട് പോപ്പുലറായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ അതിന് തീരെ വഴങ്ങിക്കൊടുക്കുന്നില്ല. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ എടുക്കുന്നു. ഈ എല്ലാ ഉത്തരവാദിത്തത്തോടെ തന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ ഫ്രെറ്റേണിറ്റി എന്ന് വിചാരിക്കുന്ന എന്നെയും കൂടെ ഉൾപ്പെടെ ഈ കേസ് നമ്മൾ അധികം എടുക്കുന്നില്ല. പക്ഷേ അവരുടെ സംസാരം കേട്ടോളൂ, അവർ എന്ത് രീതിയിലാണ് തിങ്ക് ചെയ്യുന്നതെന്നുള്ളത്, അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ള ഒരുവിധം നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും. അവൻ്റെ സ്വാതന്ത്ര്യം, അതായത് ട്രാൻസ്ജെൻഡറിനോട് ഈ രീതിയിലുള്ള ചാറ്റ് ചെയ്തിട്ടുള്ള അയച്ചിട്ടുള്ള സംഗതികൾക്കുള്ള അവരുടെ സ്വാതന്ത്ര്യം, രണ്ടുപേരുള്ള സ്വാതന്ത്ര്യം, അവർ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും?
പോടാന്ന് പറയാൻ പറ്റില്ലായിരുന്നു. 4 വർഷം മുന്നേ ഇപ്പോൾ പഠിച്ചാണെന്ന് അറിയില്ല. പോടാ എന്ന് പറഞ്ഞാൽ മതിയിരുന്നു. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ശ്രീമതി ടീച്ചറുടെ ഒരു ക്ലിപ്പുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇതിനെക്കുറിച്ചൊരു പ്രതികരണം എന്നുള്ളത്? ഒരു വിഷയമല്ല. അവർ പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി പിന്നെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെൺകുട്ടികൾ അങ്ങനെ ചെയ്യേയില്ല. അതുകൊണ്ട് പെൺകുട്ടി വിൻസി നല്ല തൻ്റെ ഇടമുള്ളൊരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വിൻസി ചെയ്തിട്ടുള്ളത് മറ്റു പെൺകുട്ടികൾക്കൊരു മാതൃകയാണ്. പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദുരനുഭവം എവിടെയുണ്ടായാലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നല്ല പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ആ പ്രതികരണം വേണം. വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വിൻസിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അത് മനസ്സിൽ വെച്ച് നിൽക്കാൻ അവർ തയ്യാറായില്ല. ചിലപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടായിരിക്കാം. ഏതായാലും ഒരു ദിവസം അതങ്ങ് പൊട്ടിത്തെറിച്ചു. ആ പറയാനുള്ള ധൈര്യം അത് ഈ കാലഘട്ടത്തിൽ, ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികൾ കാണിക്കണം. ഇങ്ങനെ പെരുമാറാൻ, ഇങ്ങനെ രൂപത്തിൽ പെരുമാറാൻ പാടില്ല, ഇത് എന്നോട് വേണ്ട എന്ന് പറയാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും തയ്യാറായ വിൻസിയോട് നമുക്കൊക്കെ ആദരവേ ഉള്ളൂ. അതാണ് വൈനോട്ട്, ഇതാണ് വൈനോട്ട്. അല്ലാണ്ട് അതല്ല വൈനോട്ട്. അതായത് ഏത് നമ്മുടെ പോടാ അല്ല വൈനോട്ട്. പോടാ ഈക്വൽ ടു കോംപ്രമൈസ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഏത് പോടാ? പോടാ അല്ല, പോടാ ചി പോടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ലേഡീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ സ്ത്രീകളാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇവർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ പുരുഷന്മാരെയാണോ ഇതുപോലെ സംസാരിക്കുന്ന ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയുന്ന പുരുഷന്മാരെയാണോ നിലയ്ക്കുന്നത്? നമ്മളിതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടല്ലേ, ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ ഇതേ രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുള്ളൂ അല്ലേ, ഡബിൾ മീനിങ്. പക്ഷെ അതിലിവരുടെ അഭിപ്രായം ഞാൻ മറന്നുപോയി, എന്തായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എന്താണ് ഇവർ പറഞ്ഞതെന്നുള്ളത് ആക്ച്വലി പെട്ടെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.